Hi JE aspirants, 2025 JEMന്റെ ഫസ്റ്റ് ഫേസ് എക്സാമിലെ ജനുവരി 24 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. സെൽ പൊട്ടൻഷ്യൽ നേൺസ് ഇക്വേഷൻ ഒക്കെ വെച്ചുകൊണ്ട് സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ ദ ഗിവൺ സെൽ Fe2++ Ag plus gives Fe3++ Ag. The standard cell potential of the above reaction is given എന്ന് പറഞ്ഞിട്ട് the standard cell potential of the above reaction is അത് എത്രയാണ് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് Ag+ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട് X വോൾട്ട് ആണ്. Fe2+ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ E0 Y വോൾട്ട് ആണ്. Fe3+ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ Z വോൾട്ട് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? E0 സെൽ ഈസ് ഈക്വൽ ടു E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡ് അല്ലേ? കാഥോഡ് എന്ന് പറയുന്നത് സിൽവർ ആണല്ലോ. അപ്പൊ E0 ഓഫ് Ag+Ag മൈനസ് ആനോഡ് എന്ന് പറയുന്നത് Fe2+ അല്ലേ? E0 ഓഫ് Fe2+, Fe3+, Fe, കാരണം SRP വാല്യൂസ് ആണല്ലോ നമ്മൾ എടുക്കുക. അപ്പൊ Fe3+, Fe2+ ആവുകയാണ് വേണ്ടത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട്. സി E0 ഓഫ് Ag+Ag എന്ന് പറയുന്നത് X ആണ് മൈനസ് E0 ഓഫ് Fe3+, Fe2+ തന്നിട്ടില്ല. പകരം Fe2+ന്റെയും Fe3+ന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലുകളാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് E0 ഓഫ് Fe3+, Fe2+ കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഗിബ്സ് എനർജി വാല്യൂസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും അല്ലെ? നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത് Fe2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Feയുടെ E0 വാല്യൂ തന്നിട്ടുണ്ട്. ഞാനതിനെ 1 ആയിട്ട് എടുക്കുകയാണ്. ആൻഡ് ഇത് എത്രയാണെന്നാ പറയുന്നത് ചോദ്യത്തിൽ? അത് Y വോൾട്ട് ആണ് അല്ലെ? Fe3++ 3 ഇലക്ട്രോൺ ഇറ്റ് ഗീവ്സ് Feയുടെ E0 വാല്യൂ ഞാൻ അതിനെ E2 ആയിട്ട് എടുക്കുന്നു. ഇത് Z വോൾട്ട്. നമുക്ക് വേണ്ടത് Fe3+ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് Fe2+ ആയി മാറുന്ന സമയത്തുള്ള E0 വാല്യൂ ആണ് വേണ്ടത്. ഞാൻ അതിനെ E3 ആയിട്ട് എടുക്കുന്നു. ഇവിടെ ഒരിക്കലും നമുക്ക് ഇലക്ട്രോൺ പൊട്ടൻഷ്യലുകളെ ഡയറക്റ്റ് ആയി കണക്ട് ചെയ്യാൻ പറ്റില്ല. പകരം ഗിബ്സ് എനർജിയെ കണക്ട് ചെയ്യാം. ഗിബ്സ് എനർജി എന്ന് പറയുന്നത് ΔG അല്ലെങ്കിൽ ΔG0 എന്ന് പറയുന്നത് -NF E0 ആണ് അല്ലെ? യെസ്. സി മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഈ തന്നിരിക്കുന്ന തേർഡ് ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം. അതായത് ΔG3 എന്ന് പറയുന്നത് ΔG2 മൈനസ് ΔG1 ആണ്. ΔG3 എന്ന് പറഞ്ഞാൽ -N3 എത്രയാടാ മക്കളെ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ്ഡ് ഇസ് 1. അപ്പോൾ 1 ഇൻറ്റു F ഇൻറ്റു E3 ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് ആക്ച്വലി നമ്മൾ എടുക്കേണ്ടത്. ഇടയ്ക്ക് ഞാൻ ആ 0 ഇടം മറന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. E3 ഈസ് ഈക്വൽ ടു, ഇതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് കേട്ടോ. ഓക്കെ, E3 ഈസ് ഈക്വൽ ടു ΔG2 മൈനസ് 2F E02 എത്രയാ? Z. മക്കളെ 2 അല്ലല്ലോടാ, 3 ഇലക്ട്രോൺസ് അല്ലേ ഇൻവോൾവ് ആകുന്നത്. -3FZ മൈനസ് ഓഫ് മൈനസ്, അപ്പൊ പ്ലസ് N എത്രയാ വരുന്നത്? 2. റെഡി അല്ലേ? E0 വാല്യൂ എത്രയാ? Y. ഫാരഡേസ് കോൺസ്റ്റന്റ് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താടാ വരുന്നത്? മൈനസ്. അപ്പൊ മൊത്തത്തിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ E30 ഈസ് ഈക്വൽ ടു 3Z മൈനസ് 2Y എന്ന് കിട്ടും. അതായത് E3 എന്ന് പറയുന്നത് 3Z മൈനസ് 2Y ആണ്. അതായത് ദിസ് ഇസ് E0 ഓഫ് Fe3+, Fe2+ നമുക്ക് കിട്ടി. ഈ വാല്യൂ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. X മൈനസ് എത്ര വരും മക്കളെ? 3Z മൈനസ് 2Y. ശരിയല്ലേ? 3Z മൈനസ് 2Y ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു X മൈനസ് 3Z plus 2Y എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയുള്ളത്? The right answer is, or this can be written as X plus 2Y
മൈനസ് 3z ഇങ്ങനെയും എഴുതാം. Therefore the right answer is option 2. Option 2 is the right answer. Okay.